മേയർ ആര്യരാജേന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ഈ ഉന്നതതല യോഗത്തിന് ശേഷം ഇനി എങ്ങനെ മുന്നോട്ട് പോകാനുള്ളതാണ് തീരുമാനം? ഇപ്പം നിലവിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് 40 മീറ്റർ ഉള്ളിലേക്ക് പോയതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം പറയുന്നത് ഈ രണ്ട് സൈഡിലും സൈഡ് പോക്കറ്റ്സ് ഉണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. കൂടുതൽ ഫയർഫോഴ്സ് ടീമും അതുപോലെ തന്നെ സ്കൂബ ടീമും നമ്മുടെ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിൻ്റെ ഭാഗമായി അവരിവിടെ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. സമീപത്തെ ജില്ലകളിൽ നിന്നടക്കം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ബഹുമാന്യനായ മിനിസ്റ്റർ യോഗത്തിൽ തീരുമാനിച്ചത്. ഇവിടെ ഫയർഫോഴ്സിൻ്റെ പൂർണ്ണ സമയവും പ്രവർത്തിക്കുന്ന ഒരു കൺട്രോൾ റൂം അടക്കം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ താഴേക്ക് ഇറങ്ങുന്ന ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ മാലിന്യങ്ങൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങേണ്ടി വരുന്ന അവസ്ഥയാണ്. അതിനാൽ തന്നെ അവരും വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി അവരെ വെച്ച് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഇപ്പോൾ ആ യോഗത്തിൽ ഇതൊരു വിഷയമായി വന്നപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞത് റെയിൽവേയുടെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള കരാർ പ്രകാരം ആ മാലിന്യം അത്യാവശ്യം നീക്കി ഒരു വഴി തെളിച്ചു കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ റെയിൽവേ ആ മാലിന്യം നീക്കി കൊടുക്കണമെന്നും അങ്ങനെ ഉണ്ടാകുന്ന വഴി അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഫ്ലോ അനുസരിച്ച് നമ്മുടെ സ്കൂബ ടീം ഉള്ളിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ ഈ കോൺക്രീറ്റ്, അതായത് ഈ ടണൽ പോലെ വരുന്ന ഭാഗത്തിൻ്റെ കോൺക്രീറ്റ് ഭാഗങ്ങളിൽ ഉൾപ്പെടെ മാലിന്യം പറ്റിപ്പിടിച്ചിരിക്കുന്നത് ഇത്രയും വർഷമായി അവർ മാറ്റാത്തത് കൊണ്ട് തന്നെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അതൊരു വലിയ സോളിഡ് മെറ്റീരിയലായി മാറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ഇനിയിപ്പോൾ റെയിൽവേ ഇടപെട്ട് റെയിൽവേയുടെ കോൺട്രാക്ടർമാർ അതും മാലിന്യം മാറ്റിയാൽ മാത്രമേ നമുക്ക് രക്ഷാപ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ ത്വരിതഗതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമല്ലോ. അതൊരു ഭാഗം തന്നെയാണ്. അവിടെ മാലിന്യം ഉള്ളത് കൊണ്ട് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അത് റെയിൽവേ അവരെ കൊണ്ട് മാറ്റണം എന്നുള്ളതാണ് യോഗത്തിന്റെ തീരുമാനം. അപ്പോൾ അവരെ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? എത്ര സമയത്തിനുള്ളിൽ മാറ്റിത്തരാം, അങ്ങനെ എന്തെങ്കിലും ഒരു സമയമെല്ലാം പറഞ്ഞു? അവർ കോൺട്രാക്ടറോട് സംസാരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. എത്രത്തോളം അവർ ടേക്കപ്പ് ചെയ്യുന്ന അറിയില്ല. മിനിസ്റ്റർ ഇപ്പോൾ നടക്കുന്ന ഈ മാലിന്യ നീക്കത്തിൽ അവരുടെ എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ? ഇപ്പോൾ നിലവിൽ നടക്കുന്നത് നമ്മുടെ നഗരസഭയുടെ ജീവനക്കാരും അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ NDRF സംഘങ്ങളാണ് ഇപ്പം നിലവിൽ നമുക്ക് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ ആ കോൺട്രാക്ട് പ്രകാരമുള്ള അത്ര സ്റ്റാഫ് ഇവിടെ ഇല്ല. അവർ കൊടുത്തിരിക്കുന്ന കരാർ പ്രകാരം ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ റെയിൽവേയുടെ ആളുകൾ എത്തി അവർ വന്ന് ഈ മാലിന്യം നീക്കിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിൽ രക്ഷാപ്രവർത്തനമായി മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ രക്ഷാപ്രവർത്തനം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്ന് തന്നെ പറയാമല്ലോ. നമുക്കതൊരു കൂടുതൽ ഇനിയിപ്പോൾ സൈഡ് പോക്കറ്റ് പരിശോധിക്കാനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ മാലിന്യം ഇരിക്കുന്ന സ്ഥലം ക്രോസ് ചെയ്ത് പോകണമെങ്കിൽ മാലിന്യം മാറ്റാൻ ആവശ്യമായ നടപടികൾ റെയിൽവേ സ്വീകരിക്കണമെന്നാണ് യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അത് അവർ മാറ്റുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ആര്യ, ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ മാലിന്യം ഇവിടെ നീക്കേണ്ടതുണ്ട്. അത് നീക്കണം എന്നൊരു നിർദ്ദേശം റെയിൽവേക്ക് നൽകിയിട്ടുണ്ട്. റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ എത്തി വേണം അത് നീക്കം ചെയ്യണം. അവർ കോൺട്രാക്ട് നൽകിയ ആളുകൾ എത്തി വേണം അത് നീക്കം ചെയ്യാൻ. പക്ഷേ അത് എത്ര സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരു വ്യക്തതയും കൈവന്നിട്ടില്ല. അതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം നിലവിൽ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു.